ഒരു സിനിമ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ അയ്യപ്പേട്ടന്റെ കടയിൽ പോയി ഊണ് കഴിച്ചാലോ? ഈ നാട്ടുകാരനാണെങ്കിലും ഇത് സെക്കൻഡ് ടൈമാണ് ഞാൻ വരുന്നത്. പിന്നെ കൂടെയുള്ള ഫിറോഷ് ആണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് തന്നെ വരുന്നത്. അങ്ങനെ അയ്യപ്പേട്ടന്റെ കടയിലെത്തി 2 നിലയിലായിട്ടിരുന്ന് ഊണ് കഴിക്കാം. ഉച്ചയ്ക്ക് ഇവിടെ സദ്യ മാത്രമേ ഉള്ളൂ. പിന്നെ ബീഫും ചിക്കനും ഫിഷ് ഫ്രൈ എല്ലാം കിട്ടും. ഊണിന് 60 രൂപയാക്കിയിട്ടുണ്ട് വില. ചിക്കനും ബീഫിനും 60 രൂപയാണ്. ഫിഷിനാണെങ്കിൽ 70 രൂപ കൊടുക്കണം. ആദ്യം അടുക്കള കാണാനാണ് പോയത്. ഇതാണ് പൊന്നുച്ചാമി ചേട്ടൻ. പുള്ളി ഇങ്ങനെ മീനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. 5-6 വർഷമായിട്ട് പുള്ളി ഇവിടെയുണ്ട്. ഒരു വർക്കിംഗ് ഡേ ആയിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സൺഡേയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും വിവിധ നാടുകളിൽ നിന്ന് ഈ ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടുത്തെ ചേച്ചിമാരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും ഭക്ഷണത്തിന്റെ രുചിയും ഒക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ വരാനുള്ള കാരണം. പായസവും പപ്പടവും കൂട്ടിയുള്ള ഇവിടുത്തെ ഊണ് കഴിച്ചാൽ വേറൊരു ഫീലാണ്. നമ്മുടെ വയറും മനസ്സും നിറഞ്ഞിട്ടേ ഇവർ നമ്മളെ പറഞ്ഞയക്കും. അയ്യപ്പേട്ടന്റെ സഹധർമ്മിണിയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ടുണ്ടാവുക. വിനീത് ശ്രീനിവാസനുമായുള്ള ഈ കുടുംബത്തിന്റെ അടുപ്പം കാണിക്കുന്ന ചിത്രങ്ങൾ ഇവിടെ എല്ലാം കാണാം. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ലോട്ടറി വിൽക്കുന്ന സാവിത്രി അമ്മയെ കണ്ടു. പൊതുവെ ലോട്ടറി എടുക്കുന്ന ശീലമില്ലെങ്കിലും ഒരെണ്ണം എടുത്തു. 1 കോടിയാണ് ഒന്നാം സമ്മാനം. അടിച്ചാൽ 40% ഫിറോഷിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് അത് 100 രൂപ പോലും അടിച്ചില്ല. അയ്യപ്പേട്ടന്റെ കടയിൽ വന്നിട്ട് അയ്യപ്പേട്ടനെ കണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അയ്യപ്പേട്ടൻ ഓട്ടോയിൽ വന്നിറങ്ങിയത്. അങ്ങനെ അയ്യപ്പേട്ടനെയും കണ്ട സന്തോഷത്തിൽ അടുത്ത മേച്ചിൽപ്പുറം തേടി ഞങ്ങൾ പോയി. അപ്പോൾ ഓക്കെ, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.